പത്തനംതിട്ടയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനിയെ അമ്മു സജീവിന്റെ മരണത്തിൽ ദുരൂഹത ആവർത്തിച്ചു കുടുംബം. അമ്മു ആത്മഹത്യ ചെയ്യില്ലെന്ന് മരണത്തിൽ ഗൂഢാലോചന നടന്നതായി സംശയിക്കുന്നുവെന്നും സഹോദരൻ പറയുന്നു. വീട്ടുകാർ ആവശ്യപ്പെട്ടതനുസരിച്ചല്ല തിരുവനന്തപുരത്തേക്ക് അമ്മുവിനെ കൊണ്ടുപോയതെന്നും ആശുപത്രിയിൽ കാലതാമസം ഉണ്ടായെന്നുമാണ് ആരോപണം. ആരോഗ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകുമെന്നും സഹോദരൻ വ്യക്തമാക്കി. അമ്മുവിന്റെ ഫോണും ബാക്കിയുള്ള ചെക്ക് ചെയ്യാൻ വേണ്ടിയായിരുന്നു അവർ ഇന്നലെ പറഞ്ഞായിരുന്നു. പോലീസ് സാർമാര് പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോ അവരുടെ കയ്യിലുള്ള നമുക്ക് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് അതെല്ലാം പറഞ്ഞായിരുന്നു. അതിനുവേണ്ടി വന്നതാ. എല്ലാം അവര് സൈൻ ഇതാക്കിയിട്ടെന്ന് വെച്ച് ഞാൻ എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോഴും നല്ല വിശ്വാസമുണ്ട്. അവരും അതുപോലെ തന്നെ കോളേജും ഹോസ്റ്റലും എല്ലാവരും കൂടെ ചേർന്നിട്ട് തന്നെയാണ് ചെയ്തതാണെന്ന് എനിക്ക് 100% എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ ഈ ഇതിൽ തന്നെയല്ല. അപ്പൊ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടാവും. ഒരിക്കലും അമ്മ എല്ലാവരും പറയുന്നാലും അമ്മ ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ ഇതാവുകയല്ല. അവർ കൊന്നത് തന്നെയാണെന്ന് എനിക്ക് 100% ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. അവരൊറ്റ കാര്യത്തിൽ മാത്രം ഞാൻ വിശ്വസിച്ചിരിക്കുകയാണ്. എനിക്ക് സത്യമായിട്ട് എനിക്ക് ഒരുപാട് തൃപ്തികരമാണ്. കാരണം ഒരുപാട് രീതിയിൽ അവർ നമുക്ക് എന്താ പറയാ, ഇപ്പൊ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ ബാക്കി ഇപ്പം ഇതിലൊന്നും ഇരുന്നില്ലെങ്കിൽ ഭയങ്കര എനിക്ക് എന്താ പറയുക, ഞാൻ ഭയങ്കര ഇതാണ് എന്താ വെച്ചാൽ അതില് തൃപ്തികരമാണ് ഞാൻ ആ പോലീസിൽ. എനിക്ക് പരാതിയുണ്ട്. ഞാനിപ്പോ ഇപ്പൊ ശരിക്കും ഇപ്പോഴാണ് ഒന്ന് ആയത്. ഞാൻ ഇനിയിപ്പോ ഇന്ന് തൊട്ട് ഞാനും എന്റെ ഇതില് നോക്കുന്നുണ്ട്. എല്ലാം ഉണ്ട് എന്ന് വെച്ചാൽ ഇപ്പം ഇന്നിപ്പോ വീട്ടിൽ പോയിട്ട് വേണം അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാൻ. കാരണം ഇന്ന് കുറെ കാര്യങ്ങൾക്ക് ഇപ്പം ഇവിടെ നിറഞ്ഞതും ബാക്കിയുള്ള വെച്ച് ഞാൻ ഇന്നിപ്പോ വീട്ടിൽ പോയിട്ട് ബാക്കി എനിക്ക് കുറെ കാര്യം ചെയ്യാനുണ്ട്. അല്ല, നമ്മൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ല. അതാണ് എല്ലാരും പറഞ്ഞിട്ട് ആദ്യത്തെ കള്ളതാണ്. ആശുപത്രിക്കാർ പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു. അമ്മുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ആരും ഒരാളാണ്. അത് ആരാന്ന് എനിക്ക് ഒരു പെൺകുട്ടി ഒപ്പം ഉണ്ടായിരുന്നു പറയപ്പെടുന്നത്. അവരെങ്ങനെ മറ്റാണെന്ന്. അതാ എനിക്ക് ഇതിനെപ്പറ്റി അറിയാവുന്ന ഒരൊറ്റ കാര്യം, ഞാനോ എന്റെ വീട്ടുകാരോ ആരും ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് തിരുവനന്തപുരത്ത് കൊണ്ടുവരണം. എന്റെ അമ്മയുടെ വീട് കോട്ടയത്താണ്. എന്റെ അമ്മ വീട് കോട്ടയമാണ്. അമ്മ തൊട്ടടുത്ത് കിടക്കുന്ന കോട്ടയത്തോട് കൊണ്ടുപോകാൻ നമ്മൾ തിരുവനന്തപുരത്ത് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ പറയത്തില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മളല്ല ആ കൂട്ടത്തിലാണ് അമ്മുവിനെ കൊണ്ടുവന്നിട്ടുള്ള ആരും ഒരാൾ, ടീച്ചർമാരായിരിക്കാം, വാർഡനായിരിക്കാം, ആരും ഒരാളായിരിക്കാം. ആരെങ്കിലും ഒരാൾ ഇതിനെ പറ്റി അവരാണ് പറയുന്നത്. അതേസമയം കോളേജിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. പോലീസിന്റെ ബാരിക്കേഡ് തകർത്ത് പ്രവർത്തകർ കോളേജിൽ കടന്നു. പോലീസും പ്രവർത്തകരുമായി ഉന്തും തള്ളുമുണ്ടായി. വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, ഈ വിഷയത്തിൽ ഈ അമ്മുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. പ്രതിഷേധം കൂടുതൽ ശക്തമാകുന്നു. അതിനിടെ കുടുംബം ആരോപണം ദുരൂഹത വീണ്ടും ആവർത്തിക്കുന്നുണ്ടല്ലോ. ഇവിടെ ഈ കോളേജ് അധികൃതരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായി. അമ്മുവിനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയതിൽ തങ്ങളോട് ചോദിച്ചില്ല. മാത്രമല്ല, ഇതിനു മുൻപ് ഈ കൂട്ടുകാരികൾക്കെതിരെ ഈ റാഗിംഗ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോളേജിൽ പരാതി നൽകിയിട്ടും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല തുടങ്ങിയ ഗുരുതരമായിട്ടുള്ള ആരോപണമാണല്ലോ ഉന്നയിക്കുന്നത്. ടോം, അത് തന്നെയാണ് കാരണം. അത് ഇന്ന് അമ്മുവിന്റെ സഹോദരൻ അഖിൽ സജീവൻ ഇന്ന് പത്തനംതിട്ടയിലെ പോലീസ് സ്റ്റേഷനിലെത്തി വിശദമായ മൊഴി നൽകിയിട്ടുണ്ട്. അത് പ്രധാനമായും കുടുംബം ആരോപിക്കുന്നത് അമ്മു ആത്മഹത്യ ചെയ്യാൻ ഉള്ള അമ്മു ആത്മഹത്യ ചെയ്യില്ല, അത്തരമൊരു സാഹചര്യം അമ്മുവിനില്ല. ഒപ്പം ഈ 3 വിദ്യാർത്ഥികൾക്കെതിരെയും മൊഴി നൽകിയിട്ടുണ്ട്. കാരണം ഈ ആരുടെയൊക്കെയോ പ്രേരണയിലാണ് അമ്മു, അല്ലെങ്കിൽ അമ്മുവിനെ മാനസിക സമ്മർദ്ദത്തിലാക്കുന്ന എന്തോ കാര്യം നടന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അമ്മു ആത്മഹത്യ ചെയ്തെന്നാണ് സഹോദരൻ പറയുന്നത്. ഈ കെട്ടിടത്തിൽ നിന്നും ഹോസ്റ്റലിൽ നിന്നും വീണ അമ്മുവിനെ ഹോസ്റ്റലിൽ എത്തിച്ചതിന് ശേഷം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നില്ല. എത്രയും പെട്ടെന്ന് മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കേണ്ട സ്ഥലത്താണ് എത്തിക്കേണ്ടത്. പക്ഷേ അതിന് പകരം ആരോ ഈ 3 വിദ്യാർത്ഥികൾ ആരോ ഒരാൾ അവിടെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന അവരാരും പറഞ്ഞതിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ തിരുവനന്തപുരത്ത് എത്തിച്ചത്. അത്തരം സമയം വൈകിയതൊക്കെ ഈ മരണത്തിന് കാരണമായിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ആരോപണങ്ങൾ പറയുന്നു. കോളേജ് അധികൃതർക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. പരാതി കൊടുത്തിട്ടും ആ പരാതി ഗൗരവത്തോടെ കോളേജ് അധികൃതർ കണ്ടില്ല എന്നുള്ള കാര്യം. ഒപ്പം അതിനെതിരെ അന്വേഷണം നടത്താനും തീരുമാനിച്ചിട്ടില്ല. ഒരു നടപടി സ്വീകരിക്കുന്ന മെമ്മോ നൽകുകയല്ലാതെ മറ്റു നടപടിയിലേക്ക്
കോളേജ് അധികൃതർ പോയില്ല എന്ന കാര്യം കൂടി ഈ അഖിൽ സജീവൻ വ്യക്തമാക്കുന്നു. അത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഈ മരണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു. നിലവിലത്തെ കുടുംബ പശ്ചാത്തലം അനുസരിച്ച് അമ്മുവിന് ഒരു തരത്തിലും ആത്മഹത്യ സാഹചര്യം വീട്ടിലുമില്ല. അതുപോലെ തന്നെ പഠിക്കുന്ന സമയത്തുള്ള ചില പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ തന്നെ അത് പിതാവ് തന്നെ രേഖാമൂലം പരാതി നൽകുകയും ചെയ്തു. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഈ മരണത്തിൽ ഈ വിദ്യാർത്ഥികളുടെ ആരോപണ വിധേയരായ 3 വിദ്യാർത്ഥികളുടെ പങ്ക് ഉണ്ടെന്നുള്ളതാണ് പ്രധാനമായും കുടുംബം ഉന്നയിക്കുന്നത്. അതാണ് അഖിൽ സജീവൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. മരണസംബന്ധമായുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഈ കൂടുതൽ പ്രതികരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നും മോചിതനായിരിക്കുന്നു. കേസുമായി മുന്നോട്ട് പോകാൻ ഏതറ്റം വരെ പോകാനും അവർ തയ്യാറാണ്. ഈ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന കാര്യത്തിൽ അമ്മു വീണതിന് ശേഷം 45 മിനിറ്റോളം താമസമുണ്ടായി. ആംബുലൻസ് മെച്ചപ്പെട്ട സൗകര്യങ്ങളില്ലാതെയാണ് തിരുവനന്തപുരത്ത് എത്തിച്ചത്. കോട്ടയത്താണ് ആദ്യം കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടു, കുടുംബം ആവശ്യപ്പെട്ടു എന്ന രീതിയിലാണ് പ്രതികരിക്കുന്നത്. പക്ഷെ അത്തരത്തിലൊന്നും ഉണ്ടായിട്ടില്ല. ഇത്തരത്തിൽ ചില കാര്യങ്ങൾ, ഫോൺ കോളുകൾ, അമ്മുവിന്റെ ഫോൺ കോളുകളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, ഇത്തരം കാര്യങ്ങളെല്ലാം പോലീസിൽ നിന്ന് മൊഴി കൊടുത്തിട്ടുണ്ട്. അതേസമയം നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ആരോപണ വിധേയരായ വിദ്യാർത്ഥികൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും പങ്കുണ്ടോ, അവർ മാനസികമായി അമ്മുവിനെ പീഡിപ്പിച്ചിരുന്നു അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ തകർത്തിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിലവിലത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ടും ഹോസ്റ്റലിൽ താമസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിക്കണം എന്നൊരു ആവശ്യം കൂടി ഇന്ന് പോലീസിനോട് അഖിൽ സജീവൻ മൊഴി നൽകിയിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിൽ ഒരു ആരോപണം ഈ മരണവുമായി ബന്ധപ്പെട്ടുണ്ട്. അത് മന്ത്രിക്കും വീണ ജോർജിനും. ശശിനാരായണൻ, ഈ സംഭവം നടന്ന അമ്മുവിന്റെ മരണം നടന്നിട്ട് ഇപ്പോൾ ദിവസങ്ങൾ പിന്നിടുന്നു. ഈ പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ്? നേരത്തെ കോളേജ് അധികൃതരെ അവരിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു. ഈ ആരോപണ വിധേയരായിട്ടുള്ള കുട്ടികളെ ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടുണ്ടോ? അപ്പം അത്തരത്തിലുള്ള നീക്കമാണ് ഇനി പോലീസിനുള്ളത്. കാരണം കോളേജിന്റെ ഭാഗത്തു നിന്നുള്ള മൊഴികൾ അധികൃതരുടെ മൊഴി രേഖപ്പെടുത്തുകയും അധ്യാപികയുടെയും ഒപ്പം കോളേജ് പ്രിൻസിപ്പലിന്റെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഈ കുട്ടികളുടെ ആരോപണത്തിലെ 3 വിദ്യാർത്ഥികളുടെ മൊഴിയാണ് പ്രധാനമായും രേഖപ്പെടുത്തിയത്. അവർ സുഹൃത്തുക്കളാണ്. പക്ഷെ അവർ നിരന്തരം അമ്മവുമായി പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നുള്ളതാണ് പരാതിയായി അച്ഛൻ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 3 കുട്ടികൾക്കും ഈ മരണവുമായി ബന്ധപ്പെട്ട് ഇൻവോൾവ് ഉണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കാനാണ് പോലീസ് തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ മൊഴി അവരുടെ രേഖപ്പെടുത്തും. ഒപ്പം ഈ ഹോസ്റ്റലിൽ നിന്നും ചാടിയാണോ അതോ മറ്റെന്തെങ്കിലും തരത്തിൽ വീണതാണോ എന്നുള്ള കാര്യം കൂടി സ്ഥിരീകരിക്കുന്ന അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള കാരണങ്ങൾ, അവൾ ആ കാരണത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് പോലീസിന്റെ അന്വേഷണം ഉള്ളത്. അതുകൊണ്ട് വിശദമായ ഒരു അന്വേഷണം, ഫോൺ സന്ദേശങ്ങളെ സൈബർ സെല്ലിന്റെ സഹായത്തിൽ അത്തരം കാര്യങ്ങൾ പരിശോധിക്കുക. ഒപ്പം വിദ്യാർത്ഥികളിൽ ഈ ആരോപണ വിധേയരായ വിദ്യാർത്ഥികളുടെ മൊഴിയെടുക്കുക, അതിനനുസരിച്ചുള്ള നീക്കങ്ങൾ നടത്തി. ഇത്തരത്തിൽ പോലീസിന്റെ അന്വേഷണത്തിൽ സഹോദരൻ പറഞ്ഞത് തങ്ങൾ തൃപ്തിയാണ്, കൃത്യമായി പോലീസ് അന്വേഷണം നടത്തുന്നതിൽ ഞങ്ങൾക്ക് തൃപ്തിയുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് അഖിൽ സജീവൻ ഇന്ന് വ്യക്തമാക്കിയത്. പക്ഷേ ഈ ആരോപണ വിധേയ ദുരൂഹത ഒരുപാട് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ മരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അത് മാറ്റാനുള്ള, അത് നീക്കം ചെയ്യാനുള്ള, അത് നീക്കുന്നതിനുള്ള അന്വേഷണം, ഒരു സുതാര്യമായ അന്വേഷണം വേണമെന്നാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഈ അമ്മുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ SFIയുടെ മാർച്ച് ഉണ്ടായിരുന്ന കോളേജിൽ അതാണ് കാരണം ഇതുവരെയും ഈ സംഭവം നടന്ന് ഇത്രയും ദിവസമായിട്ടും എന്തുകൊണ്ടാണ് ഈ ആരോപണ വിധേയരായിട്ടുള്ളവർക്കെതിരെ അവരെ ചോദ്യം ചെയ്യുകയോ മറ്റേ ഈ വിഷയത്തില് മറ്റു രീതിയിലുള്ള ഒരു നടപടികളിലേക്കോ പോലീസ് ഇതുവരെയും കിടക്കാത്തത്? ഈ അന്വേഷണത്തില് കുടുംബത്തിന് ഏതെങ്കിലും രീതിയിലുള്ള അതൃപ്തി ഉണ്ടോ? ടോം, അന്വേഷണത്തിൽ കുടുംബം വളരെ തൃപ്തരാണെന്നാണ് ഇന്നും പറഞ്ഞത്. കാരണം പോലീസിന് മൊഴി കൊടുക്കാനാണ്, വിശദമായ ഒരു മൊഴി കൊടുക്കുന്നതിന് വേണ്ടി ആദ്യഘട്ടത്തിൽ മരണം നടന്നപ്പോഴാണ് കുടുംബം പോലീസിന് ചില കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഇന്ന് വിശദമായ ഒരു മൊഴി കൊടുക്കുന്നതിന് വേണ്ടിയാണ് അഖിൽ സജീവൻ ഇന്ന് തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലെ പോലീസ് സ്റ്റേഷനിലെ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ നേരിട്ട് കണ്ട് മൊഴി കൊടുക്കാൻ എത്തിയത്. അതിന് വിശദമായ മൊഴി നൽകിയിട്ടുണ്ട്. അന്വേഷണത്തിൽ തൃപ്തരാണോ എന്നുള്ള ചോദ്യത്തിന് തൃപ്തരാണ് എന്നുള്ള മറുപടിയാണ് അഖിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് ചില ദുരൂഹതകൾ കുടുംബം ആരോപിക്കുന്നുണ്ട്. അതിന് കാരണം അവർ പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അമ്മുവിന് ഈ കുട്ടികളുമായുള്ള പ്രശ്നങ്ങൾ, അത് ടൂർ കോർഡിനേറ്റർ ആക്കിയ സമയത്ത് ഉള്ള എതിർപ്പുകൾ, ഈ 3 കുട്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ലോകകപ്പ് കാണാതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ കോളേജിൽ നിന്നിരുന്നു. അതിലെല്ലാം ഈ കുട്ടികൾ ഇൻവോൾവ് ആയിരുന്നു. ആ കുട്ടികൾക്കെതിരെയുള്ള അന്വേഷണം വേണം, അതിൽ മൊഴിയെടുക്കണം എന്നുള്ള കാര്യം ആ കുടുംബം ഉറച്ചിക്കണം. അതിൽ തന്നെയാണ് അവർ പരാതിയായി ഉന്നയിച്ചിട്ടുള്ളത്. അത് പോലീസ് അവരുടെ മൊഴി രേഖപ്പെടുത്തി അന്വേഷണം നടത്താനുള്ള തീരുമാനത്തിലാണ് പോലീസ് ഉള്ളത്. അത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനാണ് കുടുംബം ആഗ്രഹിക്കുന്നത്. ആ ഒരു മൊഴിയാണ് ഇന്ന് നമ്മൾ പറഞ്ഞത്. എന്തായാലും 2-3 ദിവസമായി തുടർച്ചയായി ഈ കേസ് അന്വേഷണം ഇത്തരത്തിൽ നീണ്ടുപോകുന്ന കാര്യത്തിൽ അന്വേഷണം കാര്യക്ഷമമായി നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ഈ ദുരൂഹത നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് KSU പ്രവർത്തകർ മാർച്ച് നടത്തിയിട്ട് മാർച്ചിൽ വലിയ സംഘർഷം ഉണ്ടായിരുന്നു. കോളേജ് ക്യാമ്പസിലേക്ക് പ്രവർത്തകർ ഓടിക്കയറാൻ ശ്രമിച്ചു. പോലീസുമായി ഉന്തും തള്ളും ഉണ്ടാകുകയും ബാരിക്കേഡുകൾ തകർക്കുകയൊക്കെ ചെയ്തു. ഇത് അരമണിക്കൂറോളം ഒരു സംഘർഷ അവസ്ഥയാണ്
കോളേജിൽ ക്യാമ്പസിനുള്ളിൽ ഉണ്ടായിരുന്നത്. എന്തായാലും പോലീസ് 50ഓളം പ്രവർത്തകരെ ഈ മാർച്ചുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത് നീക്കുകയും പെൺകുട്ടികൾ പഠിക്കുന്ന കോളേജ്, ഹോസ്റ്റൽ, അവർ താമസിക്കുന്ന ഹോസ്റ്റല്, സാധാരണഗതിയിൽ നമ്മൾ ഇന്നത്തെ കാലത്ത് ഹോസ്റ്റലിലും കോളേജിലുമൊക്കെ CCTV-കൾ സ്ഥാപിക്കാറുണ്ട്. ഇവിടെ CCTV-കളൊന്നും ഇല്ലായിരുന്നോ? അങ്ങനെ ഈ പെൺകുട്ടികളുടെ സുരക്ഷയുടെ കാര്യത്തിലൊക്കെ ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ച ഈ കോളേജിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? ടോം, നേരത്തെ ഈ കുട്ടി ഇവരുടെ ഒന്നിച്ചായിരുന്നു ഇവർ താമസിച്ചത്. പിന്നീടാണ് ഈ അമ്മു സജീവൻ സെപ്പറേറ്റ് സ്വകാര്യ ഹോസ്റ്റലിലേക്ക് മാറിയത്. ഇവര് ഒന്നിച്ച് സുഹൃത്തുക്കളാണ്, ഒന്നിച്ച് ഒരു കോളേജ് പഠിക്കുകയും ആത്മസുഹൃത്തുക്കളുമാണ്. ചില പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു. അത് സാധാരണ കോളേജിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന നിലയ്ക്കാണ് പ്രിൻസിപ്പൽ പറയുന്നത്. പക്ഷെ അതെല്ലാം ഗൗരവമുള്ള കാര്യമാണെന്നാണ് കുടുംബം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അമ്മു സജീവിന് മാനസികമായി കോളേജിൽ ഇങ്ങനെ പീഡനം അനുഭവിക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ള കാര്യം പിതാവിനെ വിളിച്ച് അമ്മു അറിയിക്കുകയും അമ്മു അറിയിച്ചതിന്റെ ഫലമായിട്ടാണ് പിതാവ് ഈ രേഖാമൂലം പ്രിൻസിപ്പലിൽ പരാതി നൽകുകയും ചെയ്തത്. എന്തായാലും ഈ കുട്ടികളിൽ നിന്നും ഒരു മോശമായ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ അമ്മു സജീവൻ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നിസ്സാരമായ രീതിയിൽ അമ്മു ആത്മഹത്യ ചെയ്യില്ല എന്നുള്ള കുടുംബം വ്യക്തമാക്കുന്നത്. കാരണം സാമ്പത്തിക രീതിയിലും അതുപോലെ തന്നെ പഠനത്തിലും ഒക്കെ മികച്ച നിലവാരം പുലർത്തുന്ന കുട്ടിയാണ്. ഈ നിലവിലത്തെ സാഹചര്യത്തിൽ കുടുംബ പശ്ചാത്തലത്തിൽ തന്നെയാണ്. കുട്ടിയുമായി വളരെ സൗഹൃദത്തിലായിരുന്നു. ഈ മരിക്കുന്നതിന്റെ തലേന്നും ഈ കുട്ടി അമ്മു വീട്ടിൽ വിളിച്ചിരുന്നു. അത്തരം കാര്യങ്ങൾ തങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അച്ഛനുമായി സംസാരിച്ചിരുന്നു എന്നുള്ളതാണ് ഈ അഖിൽ സജീവൻ നമ്മൾ വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ വീട്ടിലെ മാനസിക സംഘർഷമോ മറ്റു പ്രശ്നങ്ങളൊന്നും ഈ മരണത്തിനില്ല. പക്ഷെ അതേസമയം കോളേജിലുള്ള ക്യാമ്പസിലുള്ള ഈ പറഞ്ഞ രീതിയിലുള്ള കുട്ടികൾ, ഈ 3 കുട്ടികളുടെ ഇടപെടലും അവരുടെ ചില പെരുമാറ്റങ്ങളും മാനസികമായി എന്നെ തകർത്തിട്ടുണ്ട്. അത്തരത്തിൽ ആത്മഹത്യ ചെയ്ത ദിവസം എന്തെങ്കിലും നടന്നിട്ടുണ്ടോ, അത്തരത്തിലുള്ള ഫോൺ സംഭാഷണങ്ങൾ എന്നുള്ള കാര്യങ്ങളാണ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ അന്വേഷണ സംഘം കണ്ടെത്തുന്നത്. അതെല്ലാം കണ്ടെത്തിയതിനു ശേഷം എനിക്കും ഏത് തരത്തിലാണ് ഇങ്ങനൊരു മരണമുണ്ടായത്, എന്താണ് കാരണമെന്ന് അറിയാൻ കഴിയുള്ളൂ. എന്തായാലും വലിയ ഒരു മനോവിഷമത്തിലാണ് കുടുംബമുള്ളത്. ഏതറ്റം വരെയും ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ ഉള്ള തീരുമാനിച്ചാണ് കുടുംബം ഇറങ്ങിയിട്ടുള്ളത്. മന്ത്രി വീണ ജോർജിന് കുടുംബം പരാതി നൽകും എന്നുള്ള കാര്യം കൂടി വ്യക്തമായിരിക്കും. നിലവിലത്തെ സാഹചര്യത്തിൽ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. അന്വേഷണത്തിൽ തൃപ്തി ഉണ്ടെന്നാണ് ഈ അഖിൽ സജീവനും വ്യക്തമാക്കിയിട്ടത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൽ ഒരുപക്ഷെ ഈ പെൺകുട്ടികളെ ശശിനാരായണനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിലെ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മരണത്തിലാണ് ദുരൂഹത ആവർത്തിച്ച് കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്.